കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഡ്യൂറന്റ് കപ്പിലെ നിർണായകമായ ഒരു പോരാട്ടത്തിനാണ് ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല, ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായിട്ടുള്ള പഞ്ചാബ് എഫ് സിയും വളരെ നിർണായകമായിട്ടുള്ളൊരു പോരാട്ടത്തിന് തന്നെയാണ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ ജയിക്കുന്നവർ തന്നെ ആയിരിക്കും ഗ്രൂപ്പ് ചാമ്പ്യൻസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സമനിലയിലാണെങ്കിൽ കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാവാനും സാധ്യതയുണ്ട്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനും റൗണ്ട് ഗ്ലാസ് പഞ്ചാബിനും ഇന്നത്തെ ദിവസം വളരെയധികം നിർണായകമാണ്. ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയെ എതിരില്ലാത്ത 8 ഗോളുകൾക്ക് ട്രാഷ് ചെയ്ത് വിട്ടത് നമ്മൾ കണ്ടതാണ്. CISFന്റെ പ്രൊട്ടക്ടേഴ്സ് ഫോഴ്സിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പഞ്ചാബ് എഫ് സിയും ട്രാഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പം നിലവിൽ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സും 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന പഞ്ചാബും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇന്ന് വിജയിക്കുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും നോക്കൗട്ട് ഘട്ടത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിജയം അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് ടീമുകൾക്കും നിർണായകമാണ്. വൈകുന്നേരം 4 മണിക്കാണ് കൊൽക്കത്തയിലെ യുവഭാരതി ക്രീഡാങ്കൺ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് മത്സരം നടക്കുക. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡുമായിട്ട് നിൽക്കുന്നുണ്ട്. കൊയഫ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്യാനുള്ളത്. എന്നിരുന്നാൽ പോലും ചില താരങ്ങൾ വിട്ടു നിൽക്കുന്നുണ്ട്. അവരൊക്കെ എത്തിക്കൊള്ളും. പ്രബീർ ദാസ് വന്നിട്ടുണ്ട്, വിപിൻ മോഹനൻ എത്താനുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പഞ്ചാബ് എഫ് സിയും അത്യാവശ്യം നല്ല ടീമുമായിട്ടാണ് അണിനിരക്കുന്നത്. സോ കേരള ബ്ലാസ്റ്റേഴ്സിന് പഞ്ചാബ് എഫ് സി ഒരു റിയൽ ടെസ്റ്റ് ഡോസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം പഞ്ചാബിനും ഇത് ബ്ലാസ്റ്റേഴ്സ് ഒരു ടെസ്റ്റ് തന്നെയാണ്. കാരണം ആദ്യ മത്സരത്തിൽ അവിടെ പ്രൊട്ടക്ടേഴ്സ് ഫോഴ്സിനെയാണ് നേരിട്ടത്. അത് അവർക്ക് വലിയ എതിരാളികളല്ല. ബ്ലാസ്റ്റേഴ്സിന് മുംബൈ സിറ്റി എഫ് സിയുടെ റിസർവ് ടീമും എതിരാളികളല്ല. സോ ദിസ് ഡേ വിറ്റ്നസ് ദ റിയൽ ഗെയിം.